നമസ്കാരം കൂട്ടുകാരി. ഇന്ന് 4 സുഹൃത്തുക്കളുടെ കഥയാണ്. ഒരു ഗ്രാമത്തിൽ 4 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവരിൽ 3 പേർ ബഹുപണ്ഡിതന്മാരായിരുന്നുവെങ്കിലും അവർക്ക് സാമാന്യ ബുദ്ധി ഉണ്ടായിരുന്നില്ല. നാലാമനാകട്ടെ വലിയ പഠിപ്പുണ്ടായിരുന്നില്ലെങ്കിലും ബുദ്ധിസാമർഥ്യമുണ്ടായിരുന്നു. രാജാവിനെ മുഖം കാണിച്ച് തങ്ങളുടെ പാണ്ഡിത്യം പ്രകടിപ്പിച്ച് സമ്മാനങ്ങൾ നേടണമെന്ന് 3 പണ്ഡിതന്മാരും തീരുമാനിച്ചു. നാലാമനും അവർക്കൊപ്പം കൂടി. അങ്ങനെ കാട്ടുവഴിയിലൂടെ തലസ്ഥാന നഗരിയിലേക്ക് പോവുകയായിരുന്ന അവർ കാട്ടുവഴിയിൽ ഒരു എല്ലിൻ കൂമ്പാരം കണ്ടു. ആദ്യത്തെ പണ്ഡിതൻ പറഞ്ഞു, "ഇതൊരു സിംഹത്തിൻ്റെ എല്ലുകളാണ്. ഞാൻ പഠിച്ചിട്ടുള്ള വിദ്യ ഉപയോഗിച്ച് ഈ എല്ലുകൾ യോജിപ്പിച്ച് സിംഹത്തിൻ്റെ അസ്ഥികൂടം ഉണ്ടാക്കാൻ എനിക്ക് കഴിയും." രണ്ടാമൻ പറഞ്ഞു, "എനിക്കാണെങ്കിൽ ആ അസ്ഥികൂടത്തിന് മജ്ജയും മാംസവും ചർമ്മവും നൽകാൻ കഴിയും." ഇത് കേട്ട് തൻ്റെ സുഹൃത്തുക്കളിലും വലിയ വിദ്വാനാണെന്ന് വിശ്വസിക്കുന്ന മൂന്നാമൻ പറഞ്ഞു, "എനിക്കറിയാവുന്ന വിദ്യ ഉപയോഗിച്ച് ഞാൻ അതിന് ജീവൻ നൽകും." അവരുടെ സംസാരം കേട്ടുനിന്ന നാലാമൻ ഇത്തരം അപകടം പിടിച്ച പണികൾക്കൊന്നും പോകരുതെന്ന് അവർക്ക് മുന്നറിയിപ്പ് നൽകി. തങ്ങളുടെ പാണ്ഡിത്യത്തിൽ അസൂയ പൂണ്ടിട്ടാണ് അവൻ അങ്ങനെ പറയുന്നതെന്നായിരുന്നു അവൻ്റെ പണ്ഡിത സുഹൃത്തുക്കൾ ധരിച്ചത്. പരിജ്ഞാനമില്ലാത്ത വിഡ്ഢി എന്ന് അവനെ പരിഹസിച്ചവർ അവരുടെ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചു. അതുകണ്ട് നാലാമൻ വേഗം ഒരു മരക്കൊമ്പിൽ കയറിയിരുന്നു. പണ്ഡിതന്മാരുടെ വിദ്യാപ്രയോഗങ്ങൾ കൊണ്ട് ജീവൻ പ്രാപിച്ച സിംഹം അഭിമാനത്തോടെ തനിക്ക് ചുറ്റും നിന്ന 3 പണ്ഡിതന്മാരുടെയും മേൽ ചാടി വീണു. ജീവനുള്ള സിംഹത്തിന് മുന്നിൽ അവരുടെ പാണ്ഡിത്യം പകച്ചു നിന്നതേ ഉള്ളൂ. എന്നാൽ നാലാമൻ്റെ സാമാന്യ ബുദ്ധി അവൻ്റെ ജീവൻ രക്ഷിച്ചു. സിംഹം തൻ്റെ സുഹൃത്തുക്കളെ കൊല്ലുന്നത് മരത്തിന് മുകളിലിരുന്ന് അവൻ നിസ്സഹായനായി നോക്കിക്കണ്ടു. ഈ കഥയുടെ സാരാംശം ഇതാണ്: വിവേചന ബുദ്ധി തീണ്ടാത്ത പാണ്ഡിത്യം വിനാശം വിതയ്ക്കും. കഥ ഇഷ്ടമായോ കൂട്ടുകാരെ? ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.